ഹായ് ഓൾ. നമ്മൾ നീറ്റ് എക്സാം അങ്ങ് എത്താറായില്ലേ? അത് മണിക്കൂറുകൾ മാത്രമേ നമ്മളുടെ നീറ്റ് എക്സാമിന് വേണ്ടി നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ബോട്ടണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഇത് സ്റ്റെം മോഡിഫിക്കേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദ സ്റ്റെം ഓഫ് മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ ഹാവ് സപ്പോർട്ടിംഗ് റൂട്ട് coming out of the lower nodes of the stem, they are called. ഇപ്പം മെയ്സിലും ഷുഗർ കെയിനിലും അതിന്റെ ലോവർ നോട്ട്സിൽ നിന്നുണ്ടാകുന്ന റൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് സ്റ്റിൽറ്റ് റൂട്ട്. ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. ബാക്കി 3 ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് എന്താ? പ്രൊപ്രൂട്ട് ആണ്. പ്രൊപ്രൂട്ട് നമുക്കറിയാം. പ്രൊപ്രൂട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ബനിയൻ ട്രീയിലാണ്. എന്തിനാണ് പ്രൊപ്രൂട്ട്? അതും എന്താ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള റൂട്ട്സ് ആണ് അല്ലേ? ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ ന്യൂമാറ്റോഫോഴ്സ് ആണ്. ന്യൂമാറ്റോഫോഴ്സ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? റെസ്പിറേറ്ററി റൂട്ട്സ് ആണ് അല്ലേ? ന്യൂമാറ്റോഫോഴ്സ് എക്സാമ്പിൾ ഓർക്കുന്നുണ്ടല്ലോ, റൈസോഫോറ. ദെൻ നാലാമത്തെ ഓപ്ഷൻ കിടക്കുന്നത് അഡ്വന്റീഷ്യസ് റൂട്ട്സ് ആണ്. എന്താ അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ? സാധാരണ റൂട്ട്സ് ഉണ്ടാവുക എവിടുന്ന? റാഡിക്കിൾന്നാ. ഇപ്പൊ റാഡിക്കിൾ അല്ലാതെ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് വിളിക്കുക. നമ്മളുടെ മുന്നിൽ 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ബനിയൻ ട്രീ, ഗ്രാസ്, മോൺസ്റ്റെറ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ദ റൂട്ട്സ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി ബേസ് ഓഫ് ദി സ്റ്റെം അല്ലെ? അപ്പൊ സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നുണ്ടാകുന്ന റൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് ഫൈബ്രസ് റൂട്ട്. ഈ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നുണ്ടാകുന്ന റൂട്ട് ഫൈബ്രസ് റൂട്ടും അതേപോലെ ലോവർ നോഡ്സ് ഓഫ് ദി സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന റൂട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? സ്റ്റിൽറ്റ് റൂട്ട്. ഒരുപാട് കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആവുന്ന ഒരു സാധനമാണ്. മക്കളെ, നിങ്ങൾ തെറ്റിക്കരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് അത് ഈസ്റ്റിവേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻസ് കോളം 1ലും അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, കോളം ബിയിലും തന്നിട്ടുള്ളത്. അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ഒന്നാമത്തത് വാൽവേറ്റ് ഈസ്റ്റിവേഷനാണ്. വാൽവേറ്റ് ഈസ്റ്റിവേഷന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാ അത് കെലോട്രോപ്പിസ് ആണല്ലേ. അടുത്തത് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ചൈന റോസ് ആണ്. ചൈന റോസ് മാത്രമല്ല, എക്സാമ്പിൾസ് നമ്മളൊന്ന് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചൈന റോസ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ലേഡീസ് ഫിംഗർ ഉണ്ട്. 3 ഏത് ഫാമിലിയിലാടാ വരാ? ഫാമിലി മാൽവേസിയെ. ഇനി മൂന്നാമത്തത് നോക്കുക, ഇറ്റ് ഈസ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണല്ലോ. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷന്റെ എക്സാമ്പിൾ നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ കാഷി ആണല്ലേ. ദെൻ അടുത്തത് വെക്സിലറി ഈസ്റ്റിവേഷൻ. വെക്സിലറി ഈസ്റ്റിവേഷൻ ഓക്കെ, ഏതാ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളത്? പിയും ബിനുമാണ്. സോ നമുക്ക് എവിടേക്കാ മാച്ച് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ കറക്റ്റ്. ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക ഓപ്ഷൻ 3 ആണ്. വെക്സിലറി ഈസ്റ്റിവേഷനിൽ ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വെക്സിലറി ഈസ്റ്റിവേഷനിൽ 5 പെറ്റൽസ് ആണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അവിടെ ഒരു വലിയ സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ട്, 2 വിങ് പെറ്റൽസ് ഉണ്ട്, 2 കീൽ പെറ്റൽസ് ഉണ്ട്. അതിലെന്താ കീൽ പെറ്റൽസിന്റെ പ്രത്യേകത? അത് ഫ്യൂസ്ഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് അത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ടേം പോളി അഡൽഫസ് ഈസ് റിലേറ്റഡ് ടു. എവിടെയാണ് നമ്മൾ പോളി അഡൽഫസ് എന്ന് പറയുന്ന കണ്ടീഷൻ പഠിച്ചിട്ടുള്ളത്? ആൻഡ്രീഷ്യത്തിന്റെ ഭാഗത്താണ് അല്ലെ. അപ്പോ അഡൽഫസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റേമൻ എന്ന് വിളിക്കും. സ്റ്റേമന് 2 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാ? ആന്തറും ഫിലമെന്റും. ഓക്കെ, അപ്പോ അഡൽഫസ് കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേമനിലെ ആന്തറുകളെല്ലാം എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ആൻഡ് അതിന്റെ ഫിലമെന്റ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ദ കണ്ടീഷൻ ഈസ് കോൾഡ് അഡൽഫസ്. 3 കണ്ടീഷൻസ് നിങ്ങൾ അവിടെ, അല്ലെങ്കിൽ അതിലെ 3 ടൈപ്പ് നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മോണോ അഡൽഫസ്, ഡൈ അഡൽഫസ്, പോളി അഡൽഫസ്. മോണോ അഡൽഫസിന് എക്സാമ്പിൾ ഏതാ? ചൈന റോസ് ആണ് അല്ലെ. മോണോ അഡൽഫസ് ചൈന റോസ് ആണ്. ഡൈ അഡൽഫസ് കണ്ടീഷൻ എക്സാമ്പിൾ ഏതാ പഠിച്ചിട്ടുള്ളത്? പി ആണ്. പീന്ന് മാത്രം ഓർക്കരുത്, അത് നമുക്ക് ഫെബേസിയ ഫാമിലിന്റെ ഒരു ഫീച്ചർ കൂടിയാണെന്ന് ഓർക്കണം. അപ്പൊ ഫെബേസിയ ഫാമിലിയിലെ മറ്റ് എക്സാമ്പിൾസ് ഉണ്ട്, സോയാബീൻ ഉണ്ട്, ഇൻഡിഗോഫർ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡൈ അഡൽഫസ് കണ്ടീഷൻ പറയാൻ പറ്റും. ഇനി മൂന്നാമത്തത് പോളി അഡൽഫസ് കണ്ടീഷനാ. ഏതാ പോളി അഡൽഫസ് കണ്ടീഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്? സിട്രസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നീറ്റ് എക്സാമിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളതെന്ന് അറിയാലോ. ഓക്കെ, 2 ഡയഗ്രാംസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം വിത്ത് റെസ്പെക്ട് ടു ദി ഓവറി ഫ്രം ദി ഗിവൺ ഫിഗർ.
ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡയഗ്രാംസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഇവിടെ എങ്ങനെയാ ഈ ഗൈനീഷ്യം സെന്ററിലായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലെ. ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് പെരിഗൈനസ് കണ്ടീഷൻ ആണല്ലോ. സോ രണ്ടും ഏതന്നെയാ? പെരിഗൈനസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസർ ലാബിൽ ചെയ്യാം. ഓപ്ഷൻ 2. ഇതിന്റെ കൂടെ എക്സാമ്പിൾസ് കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പെരിഗൈനസ് കണ്ടീഷന് നമ്മൾ 3 എക്സാമ്പിൾ ആണ് പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ മക്കളെ? ഒന്ന് പ്ലം ആണ്, ഒന്ന് പീച്ച് ആണ്, ഒന്ന് ഏതാ? ഓവറി ആണ്. ഒരു പെരിഗൈനസ് ഫ്ലവേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ ഓവറിയുടെ പ്രത്യേകത എന്താ? ദ ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ. മറക്കരുത് കേട്ടോ. അപ്പൊ ഒരു ഹൈപ്പോഗൈനസ് ഫ്ലവറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഓവറിയുടെ ഫീച്ചർ എന്താ? അത് സുപ്പീരിയർ ഓവറി ആണ്. എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ബ്രിഞ്ചാൾ വരും, അതേപോലെ ഹിബിസ്കസ് വരും, മസ്റ്റാർഡ് വരും. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എപ്പിഗൈനസ് ഫ്ലവേഴ്സാ. എന്താണ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ്? എപ്പിഗൈനസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഓവറി ഇൻഫീരിയർ ആണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? റേ ഫ്ലോറച്ച്, സൺഫ്ലവർ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ഗുവ ഉണ്ട്. മറക്കരുതേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇവിടുന്ന ഇൻഫ്ലോറസൻസിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്, രണ്ടാമത്തത് ഏതാ? സൈമോസ് ഇൻഫ്ലോറസൻസ്. ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാം ആണിത്. ഓക്കെ, അപ്പൊ ഡയഗ്രാം വൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് വരാറുണ്ട്. ഇപ്പൊ നോക്കുക, ഇതിൽ എന്ന് ലാബിൽ ചെയ്തിട്ടുള്ളത് ഏതാ? ഇറ്റ് ഈസ് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ബിന്ന് ലാബിൽ ചെയ്തിട്ടുള്ളത് ഏതാ? സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. ഓക്കെ, സൈമോസ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിൾ ഏതാ പഠിച്ചിട്ടുള്ളത്? ജാസ്മിൻ ആണ്. റെസിമോസ് ഇൻഫ്ലോറസൻസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതാ പറയാൻ പറ്റുക? കാഷ്യ ആണ്. ഓക്കെ, റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാ? ആക്രോപെറ്റൽ ഓർഡർ ആണ്. അപ്പൊ ബേസി പെറ്റൽ ഓർഡറിലാണ് എവിടെ അറേഞ്ച് ചെയ്യുക? സൈമോസ് ഇൻഫ്ലോറസൻസിൽ അറേഞ്ച് ചെയ്യുക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് നമുക്ക് ഏതാ പറയാൻ പറ്റുക? ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം എന്താ പറഞ്ഞിട്ടുള്ളത്? എൻഡോസ്പമിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻഡോസ്പം, ഓക്കെ, ഡബിൾ ഫെർട്ടിലൈസേഷന്റെ ഒരു റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്? എൻഡോസ്പം. അപ്പൊ നമുക്കറിയാം സീഡ്സിൽ ചില സീഡുകളിൽ എൻഡോസ്പം ഉണ്ടാകും, ചില സീഡുകളിൽ എന്തില്ല? എൻഡോസ്പം ഇല്ല. എൻഡോസ്പംസ് ഉള്ള സീഡിനെ നമ്മൾ എന്താ വിളിക്കുക? എൻഡോസ്പെർമസ് എന്നാണ് വിളിക്കുക അല്ലെ. എൻഡോസ്പെർമസ്. ഇനി എൻഡോസ്പം ഇല്ലാത്തതിന് മക്കളെ നമ്മൾ എന്താ വിളിക്കുക? നോൺ എൻഡോസ്പെർമസ് എന്നാണ് വിളിക്കുക. ആണല്ലോ. ജനറലി നമ്മൾ പറയും ഡൈക്കോട്ട് സീഡുകൾ എങ്ങനെയാണ്? നോൺ എൻഡോസ്പെർമസ് ആണ്. മോണോകോട്ട് പ്ലാന്റ്സിൽ എങ്ങനെയാ വരിക? അത് എൻഡോസ്പെർമസ് ആണ്. ഇവിടെ 2 എക്സെപ്ഷൻസ് ആണ് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കേണ്ടത്. വൺ എക്സെപ്ഷണൽ കേസ് ഈസ് കാസ്റ്റർ ആണ് കേട്ടോ. എന്താ കാസ്റ്ററിന്റെ പ്രത്യേകത? അതൊരു ഡൈക്കോട്ട് പ്ലാന്റാ, ബട്ട് ദിയർ സീഡ്സ് ആർ എൻഡോസ്പെർമസ്. അടുത്തൊരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ഏതാ? ഓർക്കിഡ് ആണ്. ഓർക്കിഡ് നമുക്കറിയാം ഒരു മോണോകോട്ട് പ്ലാന്റ് ആണ്, ബട്ട് ദിയർ സീഡ്സ് ആർ നോൺ എൻഡോസ്പെർമസ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് എന്താ പറഞ്ഞിട്ടുള്ളത്? നോൺ എൻഡോസ്പെർമസിനെ കണ്ടെത്താനാ. അപ്പൊ ഇതില് ഗ്രാം നോൺ എൻഡോസ്പെർമസ് ആണ്, പി നോൺ എൻഡോസ്പെർമസ് ആണ്, കാസ്റ്റർ എൻഡോസ്പെർമസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഡി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് അതൊരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അസേഷൻ വായിച്ചു നോക്കിയേ. ഇൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് പിഡങ്കിൾ ഷോ ലിമിറ്റഡ് ഗ്രോത്ത്. ഓക്കെ, അപ്പൊ പിഡങ്കിൾ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിഡങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഫ്ലോറസൻസിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ആ കോമൺ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിഡങ്കിൾ. ഓക്കെ, അപ്പൊ സൈമോസ് ഇൻഫ്ലോറസൻസിൽ പിഡങ്കിളിന് ലിമിറ്റഡ് ഗ്രോത്ത് ആണ്, അതാണ് അസേഷൻ. റീസൺ വായിക്കുന്ന സമയത്തോ ഇൻ സൈമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ഇൻ ടു എ ഫ്ലവർ അല്ലെ. കാരണം അവിടെ എന്താ? ബേസി പെറ്റൽ ഓർഡറാ. ബേസി പെറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ആൻഡ് മെച്യൂർ ഫ്ലവർ ടിപ്പിലും യങ് ഫ്ലവേഴ്സ് എവിടേക്കാ കാണാൻ പറ്റുക? ബേസിലേക്കാ. അപ്പൊ മെച്യൂർ ഫ്ലവർ ടിപ്പിൽ വന്നതുകൊണ്ടല്ലേ പിഡങ്കിളിന്റെ ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആയത്. അപ്പൊ നമുക്ക് ഇത് എന്തായിട്ട് എടുക്കാം? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് എടുക്കാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അടിപൊളി മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതില് ഏക്കോളത്തിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് വൺ സ്ക്യൂട്ടെല്ലാം അറിയുന്നതല്ലേ. എന്താ സ്ക്യൂട്ടെല്ലാം എന്ന് പറഞ്ഞാൽ മോണോകോട്ട് പ്ലാന്റ്സിന്റെ സിംഗിൾ കോട്ടിലിഡിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ക്യൂട്ടെല്ലാം. അപ്പൊ എ നമുക്ക് എങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം? കോളം 2ലെ രണ്ടാമത്തെ ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യാം. നോൺ അൽബുമിനസ് സീഡ് ഏതാണ് ഇവിടെ കറക്റ്റ് കാണിക്കാൻ പറ്റുക? നോൺ അൽബുമിനസ് സീഡ് ഗ്രൗണ്ട് നട്ട് ആണ് അല്ലെ.
ഇതിനടുത്തത് എപ്പിബ്ലാസ്റ്റ്. എപ്പിബ്ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലാണ് ഡയഗ്രത്തിൽ കാണിക്കുന്നുണ്ട്. എന്താ നമ്മൾ എപ്പിബ്ലാസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ റുഡിമെന്ററി കോട്ടിലിഡൻ ആണല്ലോ. അപ്പൊ C4. ഇതിനടുത്ത് നോക്കുക പെരിസ്പം. പെരിസ്പം എന്താ? പെരിസ്പം പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ആണ് എന്തെന്ന് പറയുന്നത്? പെരിസ്പം. എക്സാമ്പിൾ ഓർമ്മ ഉണ്ടല്ലോ, B2 ഒക്കെയാണ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളത്. സോ D നമുക്ക് എങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം? to 1. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ്, ഏതാ കറക്റ്റ് ഓപ്ഷൻ വരിക? A2, B3, C4, D1, ഓപ്ഷൻ 3. അടുത്ത ചോദ്യം ഒരു ഫിഗർ ആണ്. ഫിഗർ ലീഫിന്റെ ഭാഗത്ത് നിന്നുള്ള ഫിഗർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഫിഗറിൽ A, B, C, D എന്ന് പറഞ്ഞിട്ട് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ കറക്റ്റ് അല്ലെ, അതിന്റെ കറക്റ്റ് ഡിസ്ക്രിപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ആണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഡയഗ്രാം നോക്കുന്ന സമയത്ത് ഈ A എന്ന് പറയുന്ന പാർട്ട് നമുക്ക് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാം? ഇറ്റ് ഈസ് ദി ലാമിന ആണല്ലോ. ദെൻ C എന്ന് പറയുന്ന ഭാഗം നമുക്ക് എന്തായിട്ട് മനസ്സിലാക്കാം? C എന്ന് പറയുന്നത് പീറ്റിയോൾ ആണ് അല്ലെ. ദെൻ അടുത്ത നോക്കുക, B എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് സ്റ്റിപ്യൂൾസ് ആണ്. ദെൻ D എന്ന് പറയുന്നത് എന്താ? ലീഫ് ബേസ് ആണ് ആണല്ലോ. അപ്പൊ ഇതില് കറക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ലാമിന ക്ലോറോഫിലസ് പാർട്ട് ഓഫ് ലീഫ് ഹെൽപ്പ് ഇൻ ഇവാപറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്. ശരിയല്ലേ? ഒരു ലീഫിന്റെ എക്സ്പാൻഡഡ് ഫ്ലാറ്റൻഡ് പാർട്ടാണ് ലാമിന എന്ന് പറയുന്നത്. ഫോട്ടോസിന്തറ്റിക് ആണ്. ആൻഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ ലോസ്, ട്രാൻസ്പിറേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമല്ലോ. ദെൻ പെഡിസൽ ലേറ്റർ ഡെവലപ്സ് ഇൻ ടു ന്യൂ ലീഫ്. പെഡിസൽ ലീഫുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണോ? ലീഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? പീറ്റിയോൾ ആണ്. പെഡിസൽ എന്ന് പറയുന്നത് എന്താ? അത് ഫ്ലവറിന്റെ സ്റ്റോക്ക് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാ. അടുത്ത നമുക്ക് സ്റ്റിപ്യൂൾസ് ആണ്. സ്കേലി സ്ട്രക്ചർ അറ്റ് എപ്പിക്സ് ഓഫ് ലീഫ്, അങ്ങനെയാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അല്ല. അപ്പൊ ഈ ഓപ്ഷനും തെറ്റാണ്. പീറ്റിയോൾ ഇലോങ്ങേറ്റഡ് പാർട്ട് ഓഫ് ബ്രാഞ്ച് ടു ഹോൾഡ് ഫ്ലവേഴ്സ് ആണോ? അല്ല. അപ്പൊ ഇതും എന്താ? തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് മസ്റ്റാർഡ്. മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് പേരൂടെ ഓർക്കണം? ബ്രാസിക്ക. ബ്രാസിക്ക ഏത് ഫാമിലിയിലാണ് ബ്രാസിക്ക വരുന്നത്? ബ്രാസിക്കേസിയെ ആണല്ലോ. അപ്പൊ മസ്റ്റാർഡുമായി ബന്ധപ്പെട്ടിട്ട് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടുന്ന് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഇറ്റ് ഹാസ് എപ്പിഗൈനസ് ഫ്ലവർ ആണോ? എപ്പിഗൈനസ് ഫ്ലവർ അല്ല. നമുക്ക് മസ്റ്റാർഡിൽ എന്താ കാണാൻ പറ്റുക? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ദ ഫ്ലവർ ഈസ് റേഡിയലി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ ഹാഫ് അല്ലെ, ആക്ടിനോമോർഫിക് ആണ്. അപ്പൊ ഇതെല്ലാം എന്താ? ശരിയാണ്. ഇൻ സ്റ്റേമൻ ദ ലെങ്ത് ഓഫ് ഫിലമെന്റ് ക്യാൻ വേരി വിത്തിൻ എ ഫ്ലവർ ആണല്ലോ. രണ്ട് എക്സാമ്പിൾ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അതിൽ ഒന്ന് മസ്റ്റാർഡ് ആണ്, രണ്ടാമത്തേത് ആരാ? ഇറ്റ് ഈസ് സാൽവിയ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. ഇത് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആ? പ്ലാസന്റേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, അപ്പൊ പ്ലാസന്റേഷൻ, ഓവറിക്കകത്ത് പ്ലാസന്റയിലുള്ള ഒവ്യൂൾസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? പ്ലാസന്റേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ ആണല്ലോ. നമ്മൾ അവിടെ പല ടൈപ്പ് പ്ലാസന്റേഷൻ പഠിച്ചിട്ടുണ്ട്. പ്ലാസന്റേഷൻ അതിന്റെ എക്സാമ്പിൾ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കിയിട്ട് പോകണം. അപ്പൊ നോക്കുക, ആദ്യത്തെ ഡയഗ്രാം എ എന്ന് പറയുന്നത് ഏത് പ്ലാസന്റേഷനെയാണ് കാണിക്കുന്നത്? അത് ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. എ എന്താ? ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ആക്സൈൽ പ്ലാസന്റേഷനിൽ ഓവറി എന്തായിരിക്കും? മൾട്ടി ലോക്യുലാർ ആയിരിക്കും ആണല്ലോ. എക്സാമ്പിൾസ് ഓർമ്മ ഉണ്ടല്ലോ, അവിടെ ലെമൺ വരുന്നുണ്ട്, ടൊമാറ്റോ വരുന്നുണ്ട് അല്ലെ. അടുത്തത് നോക്കുക, രണ്ടാമത്തത് എവിടെ ഒവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇന്നർ വാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതാ പ്ലാസന്റേഷൻ? പെരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. ഇവിടെ ഓവറി എന്താ? യൂണിലോക്യുലാർ ആണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ നമ്മൾ പഠിക്കുന്നത്? ഒരു എക്സാമ്പിൾ മസ്റ്റാർഡ് ആണ്. അടുത്ത എക്സാമ്പിൾ ഏതാ? ആർജിമോൺ ആണ് അല്ലെ. അടുത്തത് നോക്കുക, അത് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആ. മൂന്നാമത്തത് ഏതാ? ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ ആണ്. ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷനിൽ ഓവറിയുടെ പ്രത്യേകത എന്താ? ഓവറി യൂണിലോക്യുലാർ ആണ്. രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് ഈസ് ഡയാൻതസ് ആൻഡ് പ്രൈം റോസ്. അടുത്തത് നോക്കുക,
നാലാമത്തെ ഡയഗ്രം കാണിച്ചിട്ടുള്ളത് ഏതിന്റെയാ? ബേസൽ പ്ലാസന്റേഷന്റെ ആണ് അല്ലെ. അപ്പൊ ബേസൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾസ് ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? സൺഫ്ലവറും മേരിഗോൾഡും ആണ്. ആൻഡ് ഇവിടെയും ഓവറി എന്താ? യൂണിലോക്യുലാർ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ ആക്സൈൽ, ബി പെരൈറ്റൽ ആൻഡ് സി ഫ്രീ സെൻട്രൽ ആൻഡ് ഡി ബേസൽ. ഓപ്ഷൻ 1 ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അത് നമ്മൾ മോഡിഫിക്കേഷന്റെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷനുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ആൻസർ ആണ് നമുക്ക് ഇവിടുന്ന് കണ്ടെത്തേണ്ടത്. നോക്കുക, സ്റ്റെം ടെൻഡ്രിൽ പ്രൊട്ടക്ഷൻ ആണോ? സ്റ്റെം ടെൻഡ്രിൽ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലൈംബിങ്ങിനല്ലേ. പ്രൊട്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഏതാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് തോൺസ് ആണ്. അപ്പൊ ഇത് തെറ്റാ. തോൺസ് റെഡ്യൂസ്ഡ് റെസ്പിറേഷൻ ആണോ? അല്ല. തോൺസ് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒന്ന് സിട്രസ് ആണ്, അടുത്തത് എന്താ? ബോഗൻവില്ലയാണ് ആണല്ലോ. ദെൻ മൂന്നാമത്തെ ഓപ്ഷൻ സ്പൈൻ ആണ്. അത് ഫോട്ടോസിന്തസിസ് എന്നാ പറഞ്ഞിട്ടുള്ളത് ആണോ? അല്ല. ഓക്കെ, അപ്പൊ ഇതെന്താ? തെറ്റാ. ലീഫ് ടെൻഡ്രിൽ സപ്പോർട്ടിങ് അല്ലെ. പീ പ്ലാന്റിലാണ് നമ്മൾ ലീഫ് ടെൻഡ്രിൽസ് കാണുക. സപ്പോർട്ടിങ് അല്ലെങ്കിൽ ക്ലൈംബിങ്ങിന് സഹായിക്കുന്നതല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. Then move on to the next question. അതൊരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്? ഫില്ലോടാക്സിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ വളരെ ബ്രീഫ് ആയിട്ട് നമുക്ക് ഫില്ലോടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ഉള്ള ലീഫിന്റെ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫില്ലോടാക്സി. 3 ടൈപ്പ് ഫില്ലോടാക്സി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി ഉണ്ട് ഇല്ലേ? അതേപോലെ ഏതുണ്ട്? ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ഉണ്ട്. ഏതുണ്ട്? വേൾഡ് ഫില്ലോടാക്സി ഉണ്ട്. ഇവിടെ അസേഷൻ നോക്കുക. ഇൻ കെലോട്രോപ്പിസ് ആൻഡ് ഗുവ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ഈസ് ഫൗണ്ട്. കറക്റ്റ് അല്ലേ? ഓപ്പോസിറ്റ് ഫില്ലോടാക്സിക്ക് നമ്മൾ എക്സാമ്പിൾ പഠിക്കുന്നത് ഏതൊക്കെയാ? ഒന്ന് കെലോട്രോപ്പിസ് ആണ്, ഒന്ന് ഗുവ ആണ് ആണല്ലോ. എന്തുകൊണ്ടാണ് അതിൽ നമ്മൾ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്? ഇൻ കെലോട്രോപ്പിസ് ആൻഡ് ഗുവ എ പെയർ ഓഫ് ലീഫ് അറൈസ് ഓൺ ഈച്ച് നോഡ്. ശരിയല്ലേ? ഒരു നോഡിൽ നിന്ന് 2 ലീവ്സ്, പെയർ ഓഫ് ലീവ്സ് ആണ് ഉണ്ടാവുന്നത്. അത് ഓപ്പോസിറ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? ശരിയായിട്ട് എടുക്കാം. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓപ്ഷൻ ഏതാ വരിക? 1 ആണ് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നമ്മുടെ ഫ്രൂട്ടിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ടില് നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ട്? ഡ്രൂപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ട് പഠിച്ചിട്ടുണ്ട്. അതിന് 2 എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഏത് പഠിച്ചിട്ടുള്ളത്? മാംഗോയും കോക്കനട്ടും പഠിച്ചിട്ടുള്ളത്. നിങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളത് താഴെ കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതില് ഇവർക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. ശരിയല്ലേ? മാംഗോയും കോക്കനട്ടും ഡ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നവരാണ്. ദേ ഡെവലപ്ഡ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. അത് ശരിയാ. ദ ഫ്രൂട്ട് ഈസ് നോൺ ആസ് ഡ്രൂപ്പ്. കറക്റ്റ് ആണ്. ഹാർഡ് N2 കപ്പ് റെസിൻ ആണല്ലോ. അത് മാംഗോ ആയിക്കോട്ടെ കോക്കനട്ട് ആയിക്കോട്ടെ, അതിനെന്താ? ഹാർഡ് ആയിട്ടുള്ള N2 കർപ്പാണ് നമുക്ക് കാണാൻ പറ്റുക. ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പലറി ഇൻഫീരിയർ ഓവറി. ഇതല്ലേ ഇവിടുത്തെ തെറ്റ്. സോ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ 4. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്? ഇറ്റ്സ് ഫ്രം സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് 4 സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് റണ്ണ്, രണ്ടാമത്തത് ഏതാ? സ്റ്റോളൻ, അടുത്തത് സക്കർ, ദെൻ ഫോർത്ത് വൺ ഓഫ്സെറ്റ് ആണല്ലോ. ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് നോക്കണം. ഇത് ഓരോ മോഡിഫിക്കേഷന്റെയും ഡെഫിനിഷൻ നോക്കണം, അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് വരാം. Underground stems of some plants spread to new niches, and when older parts die, new plants are formed. This contagion is seen in. ഏതിന്റെ ഡെഫിനിഷൻ ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം ഇത് ഏതിന്റെയാ? റണ്ണറിന്റെ ഡെഫിനിഷൻ ആണ്. റണ്ണർ എന്ന് പറയുന്ന ആ മോഡിഫിക്കേഷൻ നമുക്ക് എവിടെയാ കാണാൻ പറ്റുക? നമ്മൾ 2 എക്സാമ്പിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. ഒന്ന് ഗ്രാസ് ആണ്, രണ്ടാമത്തത് ഏതാ? സ്ട്രോബെറി ആണ്. ഇത് കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരാളെയും കൂടെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഓക്സാലിസ്. അപ്പൊ അതോടെ ചേർത്ത് പഠിക്കുക കേട്ടോ. ദെൻ ബാക്കി 3 എക്സാമ്പിൾസ് മാത്രം നമുക്കൊന്ന് പെട്ടെന്ന് പറയാം. സ്റ്റോളൻ. സ്റ്റോളൻ എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ നമുക്ക് എവിടെയാ മക്കളെ കാണാൻ പറ്റുക? ഒന്ന് ജാസ്മിൻ, രണ്ടാമത്തത് മിന്റ്. സക്കർ. സക്കർ മോഡിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ബനാനയിലാണ്, ദെൻ പൈനാപ്പിൾ, ദെൻ മൂന്നാമത്തത് ഏതാ? ക്രൈസാന്തിമം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്ന മോഡിഫിക്കേഷൻ വി കൻ സീൻ ഇൻ പിസ്റ്റിയ ആൻഡ് ഐക്കോർണിയ. അപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. സോ എല്ലാവരും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നീറ്റ് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്.